എന്താ ഇന്നൊരു ഫ്രിഡ്ജ് ടൂറാണ് കേട്ടോ. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഒരു പുതിയ ഫ്രിഡ്ജൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനത്തിൻ്റെ അകത്ത് എന്താ ഉള്ളത് ഞാൻ കേട്ടോ. വാ, ഇന്നത്തെ എന്റെ വീഡിയോഗ്രാഫർ എന്റെ മമ്മിയാണ്. അപ്പൊ നമുക്ക് ഇതാ ഡോറിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് തുടങ്ങാം കേട്ടോ. ഇതെന്റെ സാധനം മമ്മി. ഏ ഏലക്കയാണ് ഇതാ. ഇത് ഏലക്കയുടെ തൊണ്ടൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആ കുരു മാത്രമായിട്ട് ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മുട്ട പൊതുവെ ഫ്രിഡ്ജ് വെക്കാറില്ല കേട്ടോ. പിന്നെ ഇതാ ഒരു ഈസ്റ്റും വെച്ചിട്ടുണ്ട് കേട്ടോ, അപ്പത്തിനൊക്കെ അരയ്ക്കുന്ന ഒരു ഈസ്റ്റും. പിന്നെ ഇതാ ഇനി ഡോറിലേക്ക് പോകണമെങ്കിൽ താഴെ കുറേ അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിടിച്ചമ്മി അടഞ്ഞു പോകുന്നു. ഇതാ ഇനി അച്ചാർ സെക്ഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാം ഇട്ടതാണ്. ഇത് മീനച്ചാറാണ്. അതെന്താ മീ നാരങ്ങയോ? നാരങ്ങ അച്ചാറാണ്. അത് പടുകപ്പുളി നാരങ്ങയാണ്. അത് മുളകില്ലാത്തത്. പിന്നെ ഈ ഒരെണ്ണം മാത്രം വാങ്ങിയതാണ്. ഹോട്ട് പിക്കിളോ ഹോട്ട് ലൈം ഹോട്ട് ലൈം ഇത് വാങ്ങിയതാണ്. ഓണത്തിന് വേണ്ടി വാങ്ങിയതാണ്. പക്ഷെ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. ഇത് മാങ്ങാച്ചാറാണ്. വീട്ടിൽ തന്നെ ഇട്ടതാണ്. ഭരണിയൊക്കെ കാണുമ്പോൾ വിചാരിക്കും പുറത്തുനിന്ന് വാങ്ങിയതാണ്. അങ്ങനെയല്ല കേട്ടോ, പഴയ ഭരണി ഇട്ട് വെക്കുന്നതാണ്. ഇത് വടുകപ്പുളി അച്ചാർ തന്നെയാണ്. ഇത് മുളക് ഇട്ടതാണ്. ഇനി ഇതും പുറത്തുനിന്ന് വാങ്ങിയതാണ്. കണ്ണിമാങ്ങ അച്ചാറാണ്. ഈ സമയത്ത് നമ്മുടെ ഇവിടെ മാങ്ങയൊന്നും ഇല്ലല്ലോ, അപ്പോൾ കണ്ണിമാങ്ങയും നാരങ്ങയാണ് പുറത്തുനിന്ന് വാങ്ങിയത്. പിന്നെ ഈ ഒരു സംഭവം ഇത് ഓർമ്മയുണ്ടോ? നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് റൈസ് വാട്ടറാണ്. നമ്മുടെ ഫേസിന് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 7 ദിവസത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ ബാക്കി ഉണ്ടാക്കി അവിടെ വെച്ചേക്കുന്നതാണ്. പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് നോക്കിയാൽ ആദ്യം തന്നെ ഇരിക്കണം മുരിങ്ങയ്ക്കയാണ്, ഡ്രം സ്റ്റിക്ക്. പിന്നെ മുകളിലേക്ക് വഴുതനങ്ങ. ഇതൊക്കെ ഫുൾ പച്ചക്കറി കാര്യങ്ങളൊക്കെയാണ്. ഇതെന്താണ്, പച്ചമുളക് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങയുടെ മുറി ഇരിപ്പുണ്ട്. അതിൻ്റെ ബാക്കിലേക്ക് ചുമന്ന് ഇരിക്കുന്ന കുറേ തക്കാളി ഇരിപ്പുണ്ട് കേട്ടോ. കുറേ തക്കാളി ഉണ്ട്. ഓണത്തിന് വാങ്ങിയതാണ്. അത് ഇതുപോലെ അതേപോലെ തന്നെ എടുത്തങ്ങ് വെച്ചേക്കാണ് ഫ്രിഡ്ജിലേക്ക് കേട്ടോ മമ്മി. ഇല്ല, ചീഞ്ഞൊക്കെ തുടങ്ങിയോ? ഇല്ല, ഫ്രഷ് ആയിട്ടൊക്കെ സാധനം ഇരിക്കണം. ഇത് ഫുൾ ഓണത്തിന് വാങ്ങിയതാണ്. അത് മിച്ചം വന്ന് അതേപോലെ കയറ്റി അങ്ങ് വെച്ചേക്കാണ് മമ്മി കേട്ടോ. അപ്പം അത് അവിടെ ഇരിക്കട്ടെ. ഇനി ഇതിൻ്റെ ബാക്കിൽ ഞാനൊരു സാധനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണിച്ചു തരാവേ. അത് എൻ്റെ ഷെയർ ആയിരുന്നു കേട്ടോ. ബാക്കി എല്ലാവരും കഴിച്ചാണ്. അപ്പോൾ എനിക്കിത് വേണ്ടാഞ്ഞിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. വേണ്ടാഞ്ഞിട്ടല്ല, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. ഒരു ഡയറി മിൽക്കാണ്. അപ്പോൾ അത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഫാഷൻ ഫ്രൂട്ടാണ്. നിറയുണ്ടായിരുന്നു, തീർന്നതാണ്. നമ്മൾ പറമ്പിൽ നിന്ന് പറക്കി എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചേക്കുമായിരുന്നു. അത് തീർന്നതാണ്. 2 കൂടി ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് എന്താണ്, നാരങ്ങയുണ്ട്, നെല്ലിക്കയുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇത് കേക്ക് മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിന് വാങ്ങി കേക്കിൻ്റെ ബാക്കി ഇരിക്കുന്നതാണ്. അത് അതേപോലെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പച്ചക്കറി കാര്യങ്ങളൊക്കെയാണ്. സാധാരണ ഒരു ഫ്രിഡ്ജിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ്. പിന്നെ മുകളിലൊരു പാലിരിപ്പുണ്ട്. പാല് നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇനി ഫ്രീസറിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുട്ടായി ഇത് എൻ്റെയാണ്. എനിക്ക് മധുരം അധികം അങ്ങനെ വേണ്ട കേട്ടോ. അപ്പം എനിക്ക് തരുമ്പോഴത്തേക്ക് ഞാൻ കൊണ്ട് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വയ്ക്കും. പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതവിടെ ഇരിക്കും. ആരെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും. പ്രത്യേകിച്ച് എൻ്റെ അനിയൻ. പിന്നെ വെള്ളം ഇരിപ്പുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ അങ്ങനെ ഐസൊന്നും വെക്കില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സാധാരണ ഒരു വീട്ടിലുള്ള പോലെയൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ വാങ്ങിയത് LGയുടെ ഫ്രിഡ്ജാണ് കേട്ടോ ഓണത്തിന്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സാധനത്തിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു വീഡിയോസ് കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.